ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS സൊല്യൂഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ CBSE ക്ലാസ് 7-ലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 1.3-ലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. An elevator descent into a mine shaft at the rate of 6 meter per minute. If the descent starts from 10 meter above the ground level, how long will it take to reach minus 350 meter? അതായത് ഒരു ലിഫ്റ്റ് ഒരു മൈൻ ക്രാഫ്റ്റിലോട്ട് അഥവാ ഒരു മൈനിലോട്ട് താഴോട്ട് പോവാണ്. മൈൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, തുറന്നെടുക്കുന്ന ഒരു ഇതാണ് മൈൻ എന്ന് പറയുന്നത്. അതിലോട്ട് താഴോട്ട് പോവാണ്. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഒരു മിനിറ്റിൽ 6 മീറ്റർ ആണ് താഴോട്ട് പോവുക. ഒരു മിനിറ്റിൽ 6 മീറ്റർ താഴോട്ട് പോകും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 10 മീറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും 10 മീറ്റർ ഉയരത്തു നിന്നാണ് ആ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ -350 അഥവാ ഭൂമിയുടെ അടിയിലോട്ട് 350 മീറ്റർ അത് എത്തുമ്പോഴേക്കും എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇനി ഡിസെൻഡ് ഇൻ ടു എ മൈൻ ഷാഫ്റ്റ് അറ്റ് ദ റേറ്റ് 6 മീറ്റർ പെർ മിനിറ്റ്. 6 മീറ്റർ പെർ മിനിറ്റിലാണ് അത് താഴോട്ട് പോകുന്നത്. ഇനി സ്റ്റാർട്ടിങ് ഫ്രം 10 മീറ്റർ അബവ് ദ ഗ്രൗണ്ട് ലെവൽ, ഭൂമിയിൽ നിന്നും 10 മീറ്റർ മുകളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീച്ച് ചെയ്യേണ്ടത് -350 ആണ്. അഥവാ ആ 10-ൽ നിന്നും -350 വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് കണ്ടാൽ മതി അല്ലേ. അതായത് ഇവിടെ ഞാൻ പ്ലസ് കൊടുത്തത് 2 ഡിഫറൻസ് വരുമ്പോൾ 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവില്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഒരു 10 മീറ്ററും താഴോട്ട് ഒരു 350 മീറ്ററും ടോട്ടൽ അത് രണ്ടും കൂട്ടിയാൽ പോരെ. അപ്പം 360 മീറ്റർ കിട്ടും. ഓക്കെ, ഒരു മിനിറ്റിൽ 6 മീറ്റർ ആണ്. അപ്പോൾ ഈ 360-ൽ എത്ര 6 ഉണ്ട് നോക്കണം. അപ്പോൾ അത്രയും മിനിറ്റ്. അപ്പം 360/6 ചെയ്താൽ മതി. ഓക്കെ, 36/6 6ആണ്, പിന്നെ ഒരു 0. സോ 60 മിനിറ്റ്. 60 മിനിറ്റ് 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ്. സോ 1 അവർ ആണ് ഇത് താഴോട്ട് എത്താൻ എടുക്കുന്ന ടൈം വരുന്നത്. ഓക്കെ.